ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകെ അവൻ്റെ മുഖവും മുഷ്ടി ചുരുട്ടി പിടിച്ച കൈകളും പതിയെ അയഞ്ഞു. അവളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന തണുപ്പ് പതിയെ അവൻ്റെ മനസ്സിലേക്കും വ്യാപിച്ചു. ഒന്നുകൂടെ ആമിയുടെ ചുമലിലേക്ക് ചേർന്ന് കിടക്കുമ്പോൾ യാദവിനെന്തെന്നില്ലാത്തൊരു സംരക്ഷണം അനുഭവപ്പെട്ടു. അപ്പോഴും കണ്ണുകളടച്ച് നല്ല ഉറക്കത്തിലാണ് ആമി. അവളുടെ മുഖത്തേക്ക് നോക്കിയതും അറിയാതെ യദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. പതിയെ അവളെ തൻ്റെ നെഞ്ചിലേക്ക് കയറ്റി കിടത്തി അവളുടെ നെറ്റിയിൽ ചുംബിക്കുമ്പോൾ ആ നിറഞ്ഞ കണ്ണുകൾ ഒഴുകിയിറങ്ങിയിരുന്നു. ആ നിമിഷം അവൻ്റെ ഉള്ളിൽ ആമിയോട് നിറഞ്ഞു നിൽക്കുന്ന വികാരം എന്താണെന്ന് അവനറിയില്ലായിരുന്നു. അല്ലെങ്കിൽ അവൻ അറിയാൻ ശ്രമിച്ചിരുന്നില്ല. ആമിയെ ഒരു കൈകൊണ്ട് പുണർന്ന് മറുകൈ കൊണ്ട് അവളുടെ വയറിൽ പതിയെ കൈവച്ച് കിടക്കുമ്പോൾ ശാന്തമായ ഉറക്കത്തിലായിരുന്നു അവർ. രാത്രി 9 മണിയോടെ കാളിയാർ മഠത്തിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴും ആമിയെ യാദവിനെയോ ആരും കണ്ടില്ല. ക്ഷീണിച്ച് തളർന്നുറങ്ങിയ പോയ ആമി ഒന്നും കഴിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണവുമായി ആവണി ചെറിയമ്മ മുറിയിലേക്ക് പോയി. പതിയെ കതകിൽ 2 വട്ടം തട്ടിയെങ്കിലും അനക്കമൊന്നുമില്ലാതായതും ചെറിയമ്മ പതിയെ കതകിൽ ഒന്ന് തള്ളി നോക്കി. ഉടനെ കതക് തുറന്നു വന്നു. പതിയെ തല അകത്തേക്കിട്ട് നോക്കിയതും ആ മുറിയിലെ കാഴ്ച കണ്ട് അവരുടെ കണ്ണുകൾ തള്ളി വന്നു. പരസ്പരം പുണർന്നു കിടന്നുറങ്ങുന്ന ആമിയും യാദവും. ആദ്യമൊന്ന് അമ്പരന്നു എങ്കിലും പതിയെ അത് കാണി അവരുടെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പിന്നെ ആർക്കും ശല്യമുണ്ടാക്കാതെ പതിയെ പുറത്തേക്ക് പോയി. തൻ്റെ മൊബൈലുള്ള സേവ്യറിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി കണ്ണീർ വാർക്കുവാണ് ലച്ചു. മനസ്സ് മുഴുവൻ ഇന്ന് നടന്ന കാര്യങ്ങളായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെയാണ് ഇച്ഛായനോടൊപ്പം താനിന്ന് പുറത്തേക്ക് പോയത്. എല്ലായിടത്തും ചുറ്റിക്കറങ്ങി കണ്ടപ്പോൾ പരമാവധി സമയം അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിക്കണമെന്നായിരുന്നു. എന്നാൽ ഇടയ്ക്ക് വെച്ച് തൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത അദ്ദേഹത്തെ അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡെയ്സിയുടെ ഉപദേശപ്രകാരം സന്ദർഭമൊത്ത് വന്നപ്പോൾ ആ കവിളിൽ ഒരു ഉമ്മ കൊടുത്തത്. എന്നാൽ അതിന് തനിക്ക് തിരിച്ചു കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടൊരു തല്ലായിരുന്നു. കവിളിൽ തലോടിക്കൊണ്ട് ലിച്ചു വേദനയോടെ ഓർത്തു. ഇനി എങ്ങനെയായി ചായ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എൻ്റെ പ്രണയം പ്രകടിപ്പിക്കുക? എൻ്റെ ജീവൻ തന്ന് പ്രകടിപ്പിക്കണമെന്നുണ്ട്. എന്നാൽ മരണമല്ല, നിങ്ങളോടൊപ്പം ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നത്തെ രാത്രി അവൾ ഭക്ഷണം കഴിക്കാൻ ഹിമചെറിയമ്മ വിളിച്ചിട്ടും അവൾ പോയില്ല. മനസ്സ് വല്ലാത്ത അസ്വസ്ഥതയാണ്. അർജുൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്ന് അവൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. കാരണം അർജുൻ മാത്രമാണ് അവൾക്ക് സേവിയറോടുള്ള പ്രണയം അറിയുന്നത്. അവൻ മാത്രമേ തൻ്റെ ഉള്ളറിയൂ. ബെഡിലേക്ക് വീണ് പൊട്ടിക്കരയുമ്പോൾ മനസ്സൊരിക്കലും ഒന്നിനു വേണ്ടിയും സേവ്യറിനെ മറക്കില്ലെന്ന് ശാഠ്യം പിടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഔട്ട് ഹൗസിൽ തൻ്റെ മുറിയിൽ നിന്ന് നിലാവിനെ നോക്കി നിൽക്കുവാണ് സേവ്യർ. അവൻ്റെ മനസ്സ് നിറയെ ഇന്നത്തെ സംഭവമാണ്. ഒരിക്കലും തനിക്ക് അവളെ സ്വന്തമാക്കാൻ കഴിയില്ല എന്നറിയാമെങ്കിലും അവൾക്ക് വേണ്ടി ശാഠ്യം പിടിക്കുന്ന മനസ്സിനെ അവന് തടഞ്ഞു നിർത്താൻ യാദവഗ്നൈ കാളിയാർ മഠത്തിൽ എന്ന പേര് മാത്രം മതിയായിരുന്നു. രാവിലെ തൻ്റെ കണ്ണിലേക്ക് കുത്തിക്കയറിയ സൂര്യപ്രകാശത്തിൻ്റെ അസ്വസ്ഥതയോടെയാണ് ആമി കണ്ണു തുറന്നത്. ഇന്നലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കൊണ്ട് നന്നായി ഉറങ്ങിയിരുന്നു. പതിയെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ നോക്കിയപ്പോഴാണ് തന്നെ എന്തോ ചുറ്റിവരിഞ്ഞു കിടപ്പുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായത്. പതിയെ കണ്ണു തുറന്ന് നോക്കിയതും ആമി കാണുന്നത് തന്നെ പുടർന്നു കിടക്കുന്ന യാദവിനെ. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഒരു ഞെട്ടലോടെ അവൻ്റെ കൈ തട്ടി മാറ്റി അവൾ തൻ്റെ ശരീരത്തിലേക്ക് നോക്കി. തൻ്റെ ശരീരത്തിൽ വസ്ത്രമുണ്ട് എന്നുറപ്പായപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത്. പിന്നെ വേഗം ബെഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേറ്റ് നിൽക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് പോലും അവൾ മറന്നുപോയിരുന്നു. ആമി പതുക്കെ എന്ന് പറയുന്നതിനോടൊപ്പം ഉറക്കം വിട്ട് മാറാത്ത കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് ടെൻഷനോടെ അവനും ബെഡിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. നല്ല ഉറക്കത്തിലാണ് ആമി. തൻ്റെ കൈ തട്ടി മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന യാദവ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ആമിക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്നുള്ള വേവലാതിയോടെയാണ് അവൻ കണ്ണു തുറന്നത്. അവൾ അപ്പോഴും അവനെ തന്നെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുവാണ്. അന്നത്തെ രാത്രിക്ക് ശേഷം ഒന്നിച്ചൊരു ബെഡിൽ 2 പേരും കിടന്നിട്ടില്ല. ഇനി കിടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ആമി എഴുന്നേൽക്കുന്നതിന് മുൻപ് യാദവ് അവിടെ നിന്ന് മാറുമായിരുന്നു. എന്നാൽ ഇന്ന് അവളുടെ കരവയലത്തിൽ സ്വയം മറന്ന് അവനും ഉറങ്ങിപ്പോയി. അച്ഛനും അമ്മയും പോയപ്പോൾ നഷ്ടപ്പെട്ട ഒറ്റപ്പെടൽ ഇന്നലെ അവനെ അലട്ടിയിരുന്നില്ല. ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നത്? ആമിയുടെ ഗൗരവമേറിയ ശബ്ദം അവിടെ ഉയർന്നതും ചിന്തകൾ വെടിഞ്ഞുകൊണ്ട് യാദവിനെ കണ്ണുകൾ ആമിയിലേക്ക് സഞ്ചരിച്ചു. അവിടെ അപ്പോഴും ദേഷ്യം കൊണ്ട് വിറക്കുകയായിരുന്നു അവൾ. ദേഷ്യത്തിൽ ആമിയുടെ കണ്ണും മുഖവും ചുവന്നിട്ടുണ്ട്. അത് കാണി യാദവിൽ നേരിയ തോതിൽ ഭയം തോന്നി. ആമിക്ക് പ്രഷർ കൂടുതലാണെന്നും ഇനിയും ഉയർന്നാൽ അപകടമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ പറഞ്ഞതായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ.
ആരോ ചോദിച്ചിട്ടാ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് കിടന്നത്? വീണ്ടും ദേഷ്യത്തോടെയുള്ള ആമിയുടെ ശബ്ദം അവിടെ ഉയർന്നതും യാദവ് ബെഡിൽ നിന്ന് താഴേക്കിറങ്ങി. ആമി. പതിയെ അവളുടെ അടുത്തേക്ക് നടന്ന് അവൻ സംസാരിക്കാൻ തുടങ്ങിയതും തൻ്റെ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞിരുന്നു അവൾ. മിണ്ടരുത്. നിങ്ങൾ അല്പമെങ്കിലും മാറിയെന്ന് കരുതിയ എനിക്ക് തെറ്റി. നിങ്ങൾക്ക് ഈ ജന്മം മാറാൻ സാധിക്കില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ല. അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അതിന് ഞാൻ... അവൻ പറയാൻ തുടങ്ങുന്നതിന് മുൻപ് അതിനനുവദിക്കാതെ അവൾ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ എന്നെ തൊടുമ്പോഴെല്ലാം എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. നിങ്ങളുടെ ഗന്ധം മൂക്കിലേക്ക് വരുമ്പോൾ അന്നത്തെ രാത്രി എൻ്റെ മനസ്സിലേക്ക് വരും. ഒട്ടും ദയയില്ലാതെ നിങ്ങൾ എന്നെ കടിച്ചു കീറിയത് ഓർമ്മ വരും. അന്ന് ഞാൻ അനുഭവിച്ച വേദന, അതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള പക തോന്നും, ദേഷ്യം തോന്നും. കിതച്ചുകൊണ്ട് അത് പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. അതേ കണ്ണിലൂടെ തന്നെ ഒന്ന് നോക്കി ആമി ബാത്റൂമിനകത്തേക്ക് കയറി പോകുമ്പോൾ ആ വാക്കുകളിൽ തന്നെ കുടുങ്ങി കിടക്കുകയായിരുന്നു അവൻ. അവളുടെ വാക്കുകൾ ഓരോന്ന് കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ അവൾക്ക് താൻ നൽകിയ വേദനയും അവളുടെ ഉള്ളിൽ തന്നോടുള്ള വെറുപ്പിൻ്റെ ആഴവും തിരിച്ചറിയുകയായിരുന്നു അവൻ. ഒന്നും സംസാരിക്കാതെ അതേ ഇരിപ്പ് കുറച്ചു നേരം കൂടി അവിടെ തന്നെ ഇരുന്നു അവൻ. പക്ഷേ അവളുടെ വാക്കുകൾ തൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ പാറക്കല്ലെടുത്ത് വെച്ചതിനേക്കാൾ വലിയ വേദനയായിരുന്നു അവന് നൽകിയത്. അവളുടെ അവസാന വാക്കുകൾ മാത്രം അവനിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒട്ടും ദയയില്ലാതെ നിങ്ങൾ എന്നെ കടിച്ചു കീറിയത് ഓർമ്മ വരും. അന്ന് ഞാൻ അനുഭവിച്ച വേദന, അതെല്ലാം ഓർക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള പക തോന്നും, ദേഷ്യം തോന്നും. ആമിക്ക് തന്നോട് അങ്ങേയറ്റം വെറുപ്പുണ്ടെന്ന് യാദവിന് അറിയാമായിരുന്നു. പക്ഷേ ആ വെറുപ്പിന് ഇത്രത്തോളം ആഴമുണ്ട് എന്ന് തിരിച്ചറിയാൻ അവന് സാധിച്ചത് ഇപ്പോഴാണ്. അവൻ്റെ നിറഞ്ഞു ചുവന്നു നിൽക്കുന്ന കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൻ ദേഷ്യം നിയന്ത്രിച്ചു. പിന്നെ വേഗം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കബോർഡ് തുറന്നൊരു സിഗരറ്റും എടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് പോയി. എന്നാൽ ഒരു ചുവരിനപ്പുറം അതെല്ലാം കണ്ടു നിന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ കണ്ണുകൾ യാദവിനെ തന്നെ നോക്കി നിന്നു. ചുവന്നു നിറഞ്ഞ കണ്ണുകൾ മറക്കാൻ വേണ്ടി സിഗരറ്റെടുത്ത് ബാൽക്കണിയിലേക്ക് തിടുക്കത്തിൽ പോകുന്നവനെ കാണി അവളുടെ ഉള്ളു തുടിച്ചു. കുട്ടിക്കാലം മുതൽ വല്യേട്ടൻ എന്ന് വെച്ച ജീവനാണ്. തനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ. പക്ഷേ തങ്ങളെ ഒരു നോട്ടം കൊണ്ട് പോലും പരിഗണിച്ചിട്ടില്ല. വല്യേട്ടൻ്റെ സ്നേഹവും കരുതലും കിട്ടാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതുവരെ അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും വല്യേട്ടൻ്റെ സ്നേഹവും കരുതലും എത്രയും അനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടും അത് തള്ളിക്കളഞ്ഞ ആമിയോട് അവൾക്ക് ആ സമയം വല്ലാത്ത ദേഷ്യം തോന്നി. അതിലുപരി അവനെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചതിന് വെറുപ്പ് തോന്നി. തൻ്റെ സഹോദരൻ്റെ സ്നേഹവും ഇഷ്ടവും പ്രണയവും കരുതലൊന്നും മനസ്സിലാക്കാത്തതിന്, അതിനെയെല്ലാം അവൻ ചെയ്തു പോയ തെറ്റിനെ മനസ്സിൽ വെച്ച് അവനെ പുച്ഛിക്കുന്നതിനും അവഗണിക്കുന്നതിനും ലച്ചുവിന് അവളോട് തീർത്താൽ തീരാത്ത ദേഷ്യം തോന്നി. ആ സമയത്ത് ലച്ചു അവളുടെ വല്യേട്ടനെ പറ്റി മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. മറുസൈഡിൽ അവൻ്റെ പ്രവൃത്തി കാരണം വേദനിക്കുന്ന ആമിയെ അവൾ കണ്ടിരുന്നില്ല, കാണാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അവളുടെ മനസ്സ് നിറയെ തൻ്റെ പ്രണയം മനസ്സിലാകാത്ത സേവ്യറും യാദവിൻ്റെ പ്രണയം മനസ്സിലാക്കാത്ത ആമിയുമായിരുന്നു. ബാത്റൂമിൽ ഷവറിനടിയിൽ നിൽക്കുമ്പോഴും ആമിയുടെ മനസ്സ് നിറയെ തന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന യാദവിൻ്റെ ചിത്രമാണ്. അവൾക്ക് വല്ലാത്ത വേദനയും സങ്കടവും തോന്നി. അതിലുപരി തന്നെ സ്പർശിച്ച് അവനോട് ദേഷ്യം തോന്നി. കുറച്ചു നേരം അതേ നിൽപ്പ് നിന്നതിന് ശേഷമാണ് അവൾ ഒന്ന് കുളിച്ച് ഫ്രഷായത്. ഒരു സിമ്പിൾ ടോപ്പും പിന്നെ ഒരു പലാസോ പാൻറ്റും ധരിച്ച് ആമി പുറത്തേക്ക് വന്നു. ആമി ബാത്റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തേക്ക് വന്നതും അവളുടെ കണ്ണുകൾ മുറി മുഴുവൻ ഒന്ന് സഞ്ചരിച്ചു. എന്നാൽ മുറിയിലെവിടെയും യാദവിനെ കാണാതായതും അവളുടെ കാലുകൾ ബാൽക്കണിയിലേക്ക് പോയി. അവിടെ പുറത്തേക്ക് നോക്കി നിന്ന് സിഗരറ്റ് വലിക്കുന്ന യാദവിനെ കണ്ടതും പിന്നെ അവിടെ നിൽക്കാതെ അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. പതിവ് ചായ കുടിച്ച് ചെറിയമ്മമാരോടൊപ്പം അടുക്കളയിൽ ഇരിക്കുമ്പോഴാണ് യാദവിൻ്റെ കാറ് പൊടി പറത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയത്. പഴയ ഗോഡൗണിന് മുൻപിൽ യാദവിൻ്റെ കാറ് നിന്നതും അതിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ആ ഗോഡൗൺ അകത്തേക്ക് കയറി. ഗോഡൗണിനകത്തൊരു പഴയ ചെയറിലായി കെട്ടിയിട്ടിരിക്കുന്ന അടികൊണ്ട് അവശയായ രൂപം, അതിനടുത്ത് തന്നെ ദേഷ്യത്തിൽ വലിഞ്ഞു മുറുകിയ മുഖവുമായി സേവ്യർ നിൽപ്പുണ്ട്. ദേഷ്യത്തോടെ യാദവ് അയാളുടെ അടുത്തേക്ക് പോയതും അതുവരെ അടികൊണ്ട് അവശയായി തല താഴ്ത്തി നിന്ന അയാൾ വേദനയോടെ ഒന്ന് മുരണ്ടു. നിങ്ങൾ എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ രഘുരാജ ഗൗഡയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അത് പറഞ്ഞുകൊണ്ട് അയാൾ ക്രൂരമായി ഒന്ന് ചിരിച്ചതും തൻ്റെ കയ്യിലുള്ള സർജിക്കൽ ബ്ലേഡ് കൊണ്ട് അയാളുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കിയിരുന്നു അവൻ.
ആ നിലവിളിയോടെ അയാളുടെ ശബ്ദം നിലച്ചതും ഒരു ചിരിയോടെ സേവ്യർ അത് നോക്കി നിന്നു. സേവ്യർ, നാളെ തന്നെ ഗുജറാത്തിലേക്ക് പോകണം. രഘുരാജ ഗൗഡ അവൻ്റെ സ്ഥലത്ത് പോയി അവനെ കാണണം. അത് പറയുമ്പോൾ യാദവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. തൻ്റെ കയ്യിലുള്ള ഫോണുമായി അരുണിമ ചെയറിലേക്കിരുന്നു. വലത്തെ കയ്യിൽ മദ്യം നിറച്ചൊരു ഗ്ലാസുമുണ്ട്. അതൊന്ന് വായിലേക്ക് സിപ്പ് ചെയ്തുകൊണ്ട് അതിൽ തൻ്റെ ഫോണിൽ നിന്ന് ഉത്തരായി എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു. കുറച്ചു നേരത്തിന് ശേഷം മറുപുറത്തുള്ള ആള് കോൾ എടുത്തതും അരുണിമ സംസാരിച്ചു തുടങ്ങി. എന്തായി ആൻറ്റി, ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചോ? ശബ്ദത്തിൽ അല്പം ഗൗരവവും പുച്ഛവും നിറച്ചുകൊണ്ട് അരുണിമ ചോദിച്ചു. അതിന് മറുപുറത്ത് നിന്ന് മറുപടി വന്നിരുന്നു. വളരെ നല്ല തീരുമാനം. ഞാൻ കരുതിയതുപോലെയല്ല. ആൻറ്റിക്ക് ബുദ്ധിയുണ്ട്. അപ്പം നാളെ തന്നെ കാളിയാർ മഠത്തിലേക്ക് പോകുമല്ലേ? പക്ഷേ ഞാൻ പറഞ്ഞത് നടക്കണം, അല്ലെങ്കിൽ എൻ്റെ മറ്റൊരു മുഖം ആൻറ്റി കാണും. ശരിയെന്നാ, ഞാനിപ്പോൾ തന്നെ അഡ്വാൻസ് അയക്കാം. അത് പറഞ്ഞുകൊണ്ടൊരു പുച്ഛച്ചിരിയോടെ അരുണിമ ഫോണ് വെച്ചു. അപ്പോഴും അവളുടെ മനസ്സിൽ ആമിയെ എടുത്തുകൊണ്ട് പടികൾ കയറുന്ന യാദവിൻ്റെ ചിത്രമായിരുന്നു. അതോർക്കെ തൻ്റെ കയ്യിലുള്ള മദ്യം ഒറ്റടിക്ക് കുടിച്ചു തീർത്തു അവൾ. അന്ന് രാത്രി വളരെ വൈകിയാണ് യാദവ് വീട്ടിലേക്ക് വന്നത്. സമയം 12 മണി കഴിഞ്ഞിരുന്നു. പതിവ് പോലെ സ്പെയർ കീ ഉപയോഗിച്ച് കതക് തുറന്ന ശേഷം അവൻ വീടിനകത്തേക്ക് കയറി. മുറിയുടെ കതക് തുറന്ന് അകത്തേക്ക് കയറിയതും അവൻ്റെ കണ്ണുകൾ നേരെ ബെഡിലേക്ക് പോയി. എന്നാൽ ശൂന്യമായി കിടക്കുന്ന ബെഡ് കണ്ടതും അവൻ്റെ മുഖത്ത് സംശയത്തോടൊപ്പം ടെൻഷനും നിറഞ്ഞു. അല്പം മുമ്പ് സേവ്യർ പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. സാർ, സൂക്ഷിക്കണം. രഘുരാജ ഗൗഡ അവൻ്റെ അച്ഛനെയും ചേട്ടനെയും പോലെയല്ല. ഒട്ടിവേര് പിഴുതേ അവൻ അടങ്ങൂ. ഒരു നിമിഷം യാദവിൻ്റെ ഉള്ളിൽ ഒരു അപായമണി മുഴങ്ങി. ബാത്റൂമിനകത്തും ബാൽക്കണിയിലും അവളെ കാണാതായതും അവൻ്റെ ഉള്ളു വേഗത്തിലിടിച്ചു. മുറിയുടെ കതക് തുറന്ന് പുറത്തേക്ക് പോകാൻ നിന്നപ്പോഴാണ് സോഫയിൽ കിടക്കുന്ന ആമയെ അവൻ കാണുന്നത്. കണ്ണുകൾ രണ്ടും മുറുക്കെ അടിച്ച് അവൻ തൻ്റെ മനസ്സിനെ നിയന്ത്രിച്ചു. ഇത്ര അടുത്ത് ആമയുണ്ടായിട്ടും അതാണ് അവളെ കണ്ടില്ല. അത് ചിന്തിച്ച ശേഷം ഒന്ന് ആഞ്ഞെടുക്കുന്നതിന് ശേഷം യാതൊരു സോഫയുടെ അടുത്തേക്ക് പോയി. സോഫയിലാണ് കിടപ്പ് എങ്കിലും അവൾക്കത് നല്ല ബുദ്ധിമുട്ടാണെന്ന് അവന് മനസ്സിലായി. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഓടി നടന്നു. നീര് വെച്ച് വീർത്ത കാലുകളും ക്ഷീണിച്ച അവശയായ മുഖവും കാണി അവൻ്റെ ഉള്ളൊന്ന് തുടിച്ചു. ഇടക്കുറക്കം ശരിയാവാത്തതുപോലെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നവളെ കണ്ടതും യാദവിന് പാവം തോന്നി. താൻ ഇന്ന് അവളെ കെട്ടിപ്പിടിച്ചു കിടന്നതിൻ്റെയാണ് ഇന്നത്തെ ഈ സോഫയിലുള്ള കിടപ്പ് എന്ന് അവൻ അറിയാമായിരുന്നു. അവളെ ഒന്ന് നോക്കിയതിനു ശേഷം വളരെ ശ്രദ്ധിച്ച് യാദവ് അവളെ തൻ്റെ കൈകളിൽ കോരിയെടുത്തു. പിന്നെ നേരെ ബെഡിലേക്ക് കിടത്തി അവളുടെ ദേഹത്തൂടെ പുതപ്പിട്ട് AC അഡ്ജസ്റ്റ് ചെയ്തു കൊടുത്തു. പിന്നെ ബാത്റൂമിൽ പോയി ഫ്രഷായി ശേഷം വന്ന് കിടക്കുമ്പോൾ മെല്ലെ കാലത്ത് ഗുജറാത്തിലേക്ക് പോകുന്ന കാര്യം ആമിയോട് പറയണോ എന്ന് ചിന്തിക്കുകയായിരുന്നു അവൻ. കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം എപ്പോഴോ അവനും ഉറക്കത്തെ പുൽകി. കാലത്ത് ഉറക്കം എഴുന്നേറ്റ് ആമി താൻ ബെഡിലാണ് കിടക്കുന്നതെന്നറിഞ്ഞതും അവൾ ഞെട്ടലോടെ എഴുന്നേറ്റ് നോക്കി. പക്ഷേ ബെഡിൽ താൻ തനിച്ചാണ് എന്നറിഞ്ഞപ്പോഴാണ് അവൾക്ക് ആശ്വാസമായത്. ആമി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പതിവ് പോലെ ഒന്ന് ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നു. പെട്ടെന്നാണ് അവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. ആമി വേഗം അത് എടുത്തു നോക്കി. കുറച്ച് ദിവസത്തേക്ക് ഞാനും സേവ്യറും ഇവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. തനിച്ച് കാളിയാർ മഠം വിട്ട് പുറത്തിറങ്ങരുത് എന്നായിരുന്നു അതിൽ. ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ അത് യാദവ് അയച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. മെസ്സേജ് ഒന്ന് വായിച്ചതിന് ശേഷം ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവളത് ടേബിളിലേക്ക് വെച്ചു. പിന്നെ വേഗം താഴേക്ക് പോയി. ലച്ചുവിന് ക്ലാസ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവൾ അധികം കാണാൻ പോലും കിട്ടാറില്ല. രാവിലെ നേരത്തെ ക്ലാസ്സിലേക്ക് പോയാൽ പിന്നെ വന്നു കഴിഞ്ഞ മുറിയിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കും. ചെറിയച്ഛന്മാരും അവരുടെ മക്കളുമെല്ലാം ജോലിക്ക് പോയി. പതിവ് പോലെ മുത്തശ്ശിയും മുത്തശ്ശനും പിന്നെ ചെറിയമ്മമാരും ആമിയും മാത്രം വീട്ടിൽ. ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം മുറ്റത്തുള്ള മാവിൻ്റെ ചുവട്ടിലിരിക്കുകയാണ് ആമി. കുറേ നേരം വീടിനകത്ത് തന്നെ ഇരിക്കുമ്പോൾ വല്ലാത്ത മടുപ്പാണ്. എങ്കിലും ചെറിയച്ഛന്മാരും അർജുനും ദീപക്കും ദീപനും എല്ലാവരും കൂടെ ആമിക്ക് കുറേ കളറും പെയിൻറ്റും ക്യാൻവാസും ഒക്കെ കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ഒരുവിധം ഒഴിവ് സമയങ്ങളിലെല്ലാം അവൾ ചിത്രം വരച്ചാണ് ചിലവഴിക്കാറ്. ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം നടക്കാൻ ഇറങ്ങിയതാണ് ആമി. കാല് കഴിച്ചപ്പോൾ മാവിൻ്റെ ചോട്ടിലേക്കിരുന്നു. അവിടെ പല നിറത്തിലുള്ള പനിനീർ പുഷ്പങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അത് കാണാൻ വല്ലാത്ത ഭംഗിയാണ്. പല നിറത്തിലുള്ള പുഷ്പങ്ങളെ കാണുമ്പോൾ അവളുടെ മനസ്സിലേക്ക് അമ്മയുടെ ചിത്രം ഓടിയെത്തും. അമ്മയ്ക്ക് പൂക്കളെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മയുടെ അച്ഛൻ്റെയും കൂടെയുള്ള സന്തോഷകരമായ ഓർമ്മകൾ മനസ്സിലേക്ക് വരവേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പെട്ടെന്നാണ് കാളിയാർ മഠത്തിൻ്റെ മുറ്റത്തേക്ക് ഒരു കാറ് വന്ന് നിന്നത്. ആമിയുടെ ശ്രദ്ധ കാറിലേക്ക് പോയി.
ആ കാറിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് ഒരു 50 വയസ്സിനോട് അടുത്ത് പ്രായം തോന്നുന്ന സ്ത്രീ പുറത്തേക്കിറങ്ങി. തിളങ്ങുന്ന പട്ടുസാരിയും കാതിലും കഴുത്തിലും ആവശ്യത്തിനേറെ ആഭരണവും, പിന്നെ മുഖത്ത് കുറച്ചധികം പുട്ടിയും ഒരു വലിയ വട്ടപ്പൊട്ടും. അവരെ കണ്ടപ്പോൾ സീരിയലിലെ അമ്മയെ പോലെ തോന്നി അവൾക്ക്. എങ്കിലും അതാരാണെന്നറിയാതെ ആമിയുടെ മുഖം ചുളിഞ്ഞു.